ഹായ്, ഹലോ, നമസ്കാരം, ഹരി ഓം. ഇപ്പോൾ 2-3 ദിവസമായി കാര്യം പറയുന്നൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ. ഗുരുവായൂർ പോയിരുന്നു. ഗുരുവായൂരപ്പനെ കാണാൻ പോയി, അമ്പാടിക്കണ്ണനെ കാണാൻ പോയി. അപ്പോൾ അന്ന് അവിടെ പോയി വീഡിയോ ഒക്കെ എടുത്തിട്ട്, പക്ഷേ എങ്കിൽ അത്രയൊരു കറക്റ്റായിട്ടൊന്നും വീഡിയോ എടുത്തിടാനുള്ള ഇതൊന്നും കിട്ടിയില്ല. എന്നാലും ഞാനത് പോസ്റ്റ് ചെയ്ത് വെച്ചു. ഒരു സന്തോഷം അത്ര തന്നെ. പിന്നെ നിർമ്മാല്യം ഒന്നും തൊഴാൻ പറ്റില്ല. ഗുരുവായൂർ പോയാൽ നമ്മൾ ഇപ്പോൾ പറയുന്ന നിർമ്മാല്യം തൊഴാൻ വെളുപ്പിനെ രാത്രി മൊത്തം ക്യൂവിലിരിക്കും. രാത്രി 10:30 അവിടെ ചെല്ലും. ഇവിടെ 7:40 ട്രെയിനുണ്ട്. അതിൽ പോയാൽ 10:30 അവിടെ ചെല്ലും. പക്ഷേങ്കിൽ എന്നിട്ട് ക്യൂവിൽ തന്നെ ഇരിക്കും. കുളിക്കാനൊക്കെ അവിടെ സൗകര്യമുണ്ട്. സ്ത്രീകൾക്കൊക്കെ കയറി കുളിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കും. അവിടെ റൂമിനകത്ത് ക്ലോക്ക് റൂമുണ്ട്. അവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് സേഫ് അവിടെ ഇരിക്കാനൊക്കെ പറ്റും. പക്ഷേ നമ്മൾ പൈസ കൊടുക്കുന്നവർക്കേ നിർമ്മാല്യമൊക്കെ തൊഴാൻ പറ്റത്തുള്ളൂ. പൈസ നിർമ്മാല്യം തൊഴിക്കത്തുള്ളൂ. പിന്നെ എന്നാലും 3:10-3:15 നമ്മൾ തൊഴുതിറങ്ങത്തില്ല, തൊഴാൻ കയറാൻ പറ്റും. വിശ്വരൂപമായിരിക്കും കാണുന്നത്. ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് കൂടുതലൊന്നും നിർമ്മാല്യം ഇല്ലല്ലോ. തുറക്കുമ്പം തൊട്ടേ ചന്ദനം വിളക്കാൻ തുടങ്ങും. പിന്നെ പക്ഷേ VIP കളൊക്കെ വന്ന് അവർ മാറ്റി നിർത്തി തൊഴിയിക്കുന്ന എന്തൊരു പ്രത്യേകതയല്ലേ. സാധാ മനുഷ്യർക്ക് യാതൊരു, നമ്മളെപ്പോലെ ക്യൂ നിന്ന് ഉറക്കൊളച്ച് കയറുന്നവർക്ക് ഒരു വിലയുമില്ല. അപ്പം നമ്മളെങ്ങാനും അവിടെ നിന്ന് ശരീരത്തൊക്കെ പിടിച്ച് ബലമായിട്ടാണ് മാറ്റുന്നത്. എന്തുവാ അങ്ങോട്ട് മാറുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് നിൽക്കാൻ സമ്മതിക്കത്തില്ല, കാണാനും സമ്മതിക്കും, അതുമില്ല. പക്ഷേ ഈ വലിയ പൈസ കൊടുത്ത് വരുന്നവരെയൊക്കെ സൈഡിൽ മാറി നിർത്തി അത് ഒഴുകുന്നത്. എന്തോ ഒരു അധിക്ഷേപമൊക്കെ നടക്കുന്നത് അവിടെ. അതോർക്കുമ്പോൾ ഒരു ഇതുണ്ട്. നമ്മളെ ഒരു നോക്കൊന്നും കാണാൻ എനിക്കത്തില്ല. ചിലരൊക്കെ അവിടെ നിന്ന് കിടന്ന് വഴക്കും ഉണ്ടാക്കും പിടിച്ചു നിള്ളുമ്പം. പിന്നെ ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഇല്ലയോ, ഇതൊന്നുമല്ല ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ബഹളത്തിൻ്റെയും ഈ വഴക്കിൻ്റെയും ഒന്നും ആവശ്യമില്ല. ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശ്. പിന്നെ അതിനെ ഒന്ന് ഉണർത്താൻ വേണ്ടുന്ന ഒരു എനർജി, ഊർജ്ജമൊക്കെ നമുക്ക് വേണം. അത്രയൊക്കെ ഉള്ളൂ. അതൊക്കെ ആ ഗുരുവായൂരമ്പലത്തിൽ പോയി ഒന്നുമില്ലെങ്കിലും പോയി ആ നട തുറക്കുമ്പം ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്നും കാണാൻ പറ്റും. അത്യാവശ്യം ഫ്രണ്ടിൽ തിരക്കൊന്നും ഇല്ലെങ്കിൽ ഭഗവാനെ ഒന്ന് കാണാനും പറ്റും. ആ വിളക്ക് കണ്ട് തൊഴാൻ പറ്റും. പിന്നെ 4 അമ്പലത്തിൽ കയറി പ്രദക്ഷിണം വെച്ചൊരു 18 പ്രദക്ഷിണമൊക്കെ വെക്കുന്നത് നല്ലതാണ്. 18 പ്രദക്ഷിണമൊക്കെ വെച്ച് തൊഴുതിട്ട് പോന്നാലും ഭഗവാനിപ്പം കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മനസ്സിൻ്റെ ഒരു നമ്മൾ മനുഷ്യരുടെ ഒരു ഇതാണ് കയറി തൊഴണം എന്നൊക്കെ ഉള്ളത്. അതേ മാത്രമേ ഉള്ളൂ. അവിടെ അഹിന്ദുക്കൾ ആരാണ്ടോ അമ്പലത്തിൽ കയറിയെന്ന് വിചാരിച്ചിട്ട് അകത്ത് കയറിയെന്ന് പറഞ്ഞിട്ട് അവിടെ ശുദ്ധി കലശമോ 4 മണിയായപ്പോൾ നട ക്ലോസ് ചെയ്ത് 30 ശിവേലി ഇല്ലേ, 13 ദിവസത്തെ പൂജ. പിന്നെ ഒന്നുകൂടെ നടക്കാൻ ആനകളെയെല്ലാം ഇങ്ങനെ ഓടിച്ച് പ്രദക്ഷിണം വെപ്പിച്ച് 30 പ്രദക്ഷിണം ശിവേലി എന്നാലോചിച്ചേ. ഒക്കെ അമ്പലത്തിലെ ഒരാചാരം. അമ്പലത്തിന് എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. നമുക്ക് അതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് പറയാൻ അറിയേയില്ല, പറയേണ്ട കാര്യമില്ല അല്ലേ. നമ്മൾ പോവുക, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ തൊഴുക, ഭഗവാനെ കാണുക, ഭഗവാന്റെ ഒരു സാന്നിധ്യം അവിടെ അനുഭവിക്കാൻ സാധ്യത. അതല്ലേ ഗുരുവായൂർ അല്ലേ എത്രയും പ്രത്യേകത. ഭഗവാന്റെ സാന്നിധ്യം നമ്മളൊന്ന് അനുഭവിക്കുക, അത്ര തന്നെ. പിന്നെന്താണ്, പ്രത്യേകിച്ച് ഇന്നൊന്നുമില്ല അല്ലേ, ഒന്നുമില്ല.